ഹലോ. അപ്പം നമുക്കൊരു എൻഗേജ്മെൻറ്റിന് പോയിട്ട് വന്നാലോ? എൻ്റെ സ്വന്തം വല്യമ്മയുടെ മോളുടെ എൻഗേജ്മെൻറ്റാണ്. ചടങ്ങ് വന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയ ടൈം നല്ല മഴയായിരുന്നു. ഇറങ്ങിയ ടൈം മഴയില്ലായിരുന്നു, ബട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയത്ത് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ് നടന്നത്. ഞങ്ങളെല്ലാവരും ചെന്നുടനെ അവിടെ കയറി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ലൊരു പീസ്ഫുൾ അമ്പലമാണ്. ഞാൻ മുമ്പ് ഇവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്, പക്ഷേ പോയപ്പോൾ ഫുള്ള് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഉത്സവ ടൈമിനാണ് പോയത്. ഇവിടുത്തെ ഉത്സവം ഏതാണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത്യാവശ്യം വലിയ ഘോഷയാത്രയൊക്കെ ഉള്ളൊരു നല്ലൊരു അമ്പലമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഓഡിറ്റോറിയത്തിലോട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കല്യാണ പെണ്ണ്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ വർത്താനം പറഞ്ഞ് ഒരുപാട് നേരം നിന്നപ്പോൾ ചേച്ചിയുടെ അനിയത്തിയാണിത്. ഇത് കുഞ്ഞമ്മയുടെ മോള്. കുഞ്ഞമ്മ വല്യമ്മ ഞങ്ങൾ ഫാമിലി എല്ലാം ഒന്നിച്ച് കൂടുന്ന ഒരു കുറച്ച് നാളായി ഞങ്ങളങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട്. അങ്ങനത്തെ ആദ്യത്തെ ഒരു ഫംഗ്ഷനാണിത്. ഞങ്ങളുടെ അമ്മയുടെ ഫാമിലിയിൽ തന്നെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫാമിലിയിൽ നിന്ന് എൻ്റെ ചാനലിന് ഇത്രയും സപ്പോർട്ടുണ്ടെന്ന് ഞാൻ ആ ദിവസമാണ് അറിഞ്ഞത്. നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫാമിലി എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്, എന്ത് കാര്യത്തിനായിരുന്നാലും. അപ്പോൾ അത്രയും ഒരു നമുക്ക് അത്ര കംഫർട്ട് സോണെന്ന് അറിയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ ഒരുപാട് നേരം അവിടെ ഇരുന്നില്ല. കിട്ടിയ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ മാമിയൊക്കെയാണ് ഓർമ്മിച്ചത്, വീഡിയോ എടുക്കണില്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തത് വീഡിയോ എടുക്കണമല്ലോ എന്ന്. അങ്ങനെ അവിടെ ഇരുന്നെടുത്ത വീഡിയോയാണിത്. പിന്നെ അമ്മ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ നോക്കി ഒരുപാട് നാളിന് ശേഷം കണ്ടുകൊണ്ട് ഓരോരുത്തരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് അമ്മയുടെയും വല്യമ്മയുടെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. അവിടെ നിന്ന് കുറച്ചപ്പുറത്തായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമായിരുന്നു കഴിക്കാനുള്ള ഫുഡ് ഏർപ്പാടാക്കിയിട്ടുള്ള ഇന്നസെൻസ് ഹോളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നടന്നപ്പോഴത്തേക്ക് ഫുൾ മഴയായി നനഞ്ഞ്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് പെരും മഴയായി. പിന്നെ അടുത്ത പന്തിക്ക് കഴിക്കാനൊക്കെ കയറി. ഫുഡ് വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗായ്സ്. അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയപ്പോഴും മഴ തന്നെയായിരുന്നു. ഭാഗ്യത്തിന് ചടങ്ങ് ടൈമിന് മഴയൊന്നുമില്ലായിരുന്നു. പിന്നെ വരുന്ന വഴി മഴയത്ത് തന്നെ തിരിച്ചിറങ്ങി. പിന്നെ വരുന്ന വഴി ഫുള്ള് ചേട്ടൻ്റെ കഥയും ഒക്കെ കേട്ടിരുന്നു. ഇത് പിന്നെ ഞാനിട്ട മെഹന്തിയാണ് ഗായ്സ്. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഒരു ഡേ വെൽ സ്പെൻഡ് ആയിരുന്നു. അപ്പോൾ ഒരു സൺഡേ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.